ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SP ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. പോറ്റി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ മൊഴി നൽകി. കൽപേഷിനെക്കുറിച്ചും വിവരങ്ങൾ ലഭിച്ചതായി സൂചന. ശബരിമലയിൽ നിന്നും കവർച്ച ചെയ്ത സ്വർണം വീതം വെച്ച് നൽകിയതായി പോറ്റിയുടെ മൊഴി. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്നും S ശാലിനിയും പത്തനംതിട്ട റാന്നി കോടതിക്ക് മുന്നിൽ നിന്നും ഗോകുൽ രമേശും ചേരുന്നു. ആദ്യം നമുക്ക് ശാലിനിയിലേക്ക് പോകാം. ശാലിനി, വളരെ നിർണായകമായ മൊഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 10 മണിക്കൂർ നീണ്ട കൃത്യമായ ചോദ്യം ചെയ്യലുകളിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ അങ്ങനെ SITയുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ആദ്യ അറസ്റ്റ്, നിർണായകമായിട്ടുള്ള നടപടികൾ, അതാണിപ്പോൾ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിവിധ ഇടങ്ങളിൽ രഹസ്യമായി പാർപ്പിച്ച് ചോദ്യം ചെയ്തു. അതിനുശേഷം രാത്രിയോടുകൂടിയാണ് തിരുവനന്തപുരം ചാക്കയ്ക്ക് സമീപമുള്ള ഈഞ്ചക്കലിലെ ADGPയുടെ പ്രത്യേക ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നാണ് നിർണായകമായ ചോദ്യം ചെയ്യൽ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. ആ ചോദ്യം ചെയ്യലിലാണ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിനും അന്വേഷണ സംഘത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ ഈ കൽപേഷ് അടക്കമുള്ളവരുമായിട്ടുള്ള ബന്ധമുള്ള സൂചനകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ശബരിമലയിലെ സ്വർണം കവർച്ചയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 കേസുകളിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതുകൊണ്ട് തന്നെ നിർണായകമായ വിവരങ്ങൾ ലഭ്യമായതിന് തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അതിനുശേഷം രാവിലെ പുലർച്ചെ 2:30 അദ്ദേഹത്തിൻ്റെ വൈദ്യപരിശോധന തിരുവനന്തപുരത്തും ജനറൽ ആശുപത്രിയിൽ പൂർത്തീകരിച്ചത്. അതിനുശേഷം വീണ്ടും ഈ ഓഫീസിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോഴും ചോദ്യം ചെയ്യൽ ഈ മണിക്കൂറിലും തുടരുകയാണ്. അന്വേഷണ സംഘത്തിൻ്റെ മേൽനോട്ട ചുമതലയുള്ള SP ശശിധരനാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം ശബരിമലയിൽ നിന്നും സ്വർണം കടത്തിയിട്ടുണ്ട്, അതിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 474 ഗ്രാം സ്വർണം അദ്ദേഹം അവിടെ നിന്നും ഉരുക്കിയിട്ടുണ്ട്. അതിൽ ഏകദേശം സ്മാർട്ട് ക്രിയേഷൻസ് തിരിച്ചു കൊടുത്ത സ്വർണത്തിൽ നിന്നും ഏകദേശം 11 ഗ്രാമോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലുണ്ട് എന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗൂഢാലോചന നടത്തിയത്, ഈ സ്വർണ്ണ കച്ചവടം നടത്തിയത്, ഈ വെട്ടിപ്പ് നടത്തിയത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി അന്വേഷണ സംഘത്തിന് ലഭ്യമാക്കേണ്ടതായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ അല്പസമയത്തിന് അദ്ദേഹത്തിനെ ഇവിടെ നിന്നും പുറത്തേക്കിറക്കും. പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും. റാന്നി കോടതിയിൽ അദ്ദേഹത്തിനെ ഹാജരാക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏകദേശം 12:30 റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കും. എന്തൊക്കെ നടപടികളാണ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് മുതൽ ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷവും നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കോടതിയിൽ അന്വേഷണ സംഘം വിശദീകരിക്കും. കൂടാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള കസ്റ്റഡി അപേക്ഷ കൂടി ഇന്ന് റാന്നി കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കും എന്നുള്ള സൂചനകൾ കൂടി ഘട്ടത്തിൽ വരികയും ചെയ്യുകയാണ്. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്, ഒപ്പം തന്നെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിലാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലുള്ള അറസ്റ്റായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. SIT അന്വേഷണം ഏറ്റെടുത്ത 6ാം ദിവസമാണ് ഈ ഒരു അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഓരോ 10 ദിവസം കൂടുമ്പോഴും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പുരോഗതി ഹൈക്കോടതിയെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ആ അന്വേഷണ പുരോഗതി അറിയിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. ദ്രുതഗതിയിലുള്ള നടപടിയിലേക്ക് ഇപ്പോൾ SIT കടന്നിട്ടുള്ളത് എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിൽ മന്ദഗതിയിൽ പോയ അന്വേഷണം ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടതോടുകൂടി നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ചെന്നൈയിലെ ഓഫീസിലെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തിയിരുന്നു. ചില തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ കാര്യമായ തെളിവുകൾ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ലഭ്യമായിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല തെളിവുകളും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ SITക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നാലെ തന്നെ മന്ത്ര SITയുടെ സഹോദര സ്ഥാപനമാണ്, ബംഗളൂരുവിലാണ്. ആ സഹോദര സ്ഥാപനത്തിലും എത്തി പരിശോധന നടത്തിയതിൽ മന്ത്രയിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും 10 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ ഏറ്റവും ഒന്നാമത്തെ പ്രതി, ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം മുതൽ കൈകഴുകിയ ഒരു രീതിയിലുമുള്ള കള്ളത്തരം കാണിച്ചിട്ടില്ല എന്ന് തുടക്കം മുതൽ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിൻ്റെ 1ാം പ്രതിയായി ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ ഇനി ശേഖരിക്കുക, മറ്റ് നടപടികളിലേക്കും കൂടുതൽ
കൂടുതൽ അറസ്റ്റിലേക്കും കടക്കുക എന്നുള്ള നടപടിയിലേക്കാണ് SIT ഇനി കടക്കാൻ പോകുന്നത്. എന്തായാലും അതിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട നിർണായകമായ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും മറ്റു കൂട്ടുപ്രതികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സ്വർണം ഉരുക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട്, ഉരുക്കി വിറ്റതുമായി ബന്ധപ്പെട്ട് കൽപേഷ് എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ആ കൽപേഷ് അടക്കമുള്ളവർ ഇനി മിഥ്യയാണോ അതോ മറ്റാരെങ്കിലും ഉന്നതനാണോ കൽപേഷ് എന്ന വട്ടപ്പേരിൽ അറിയപ്പെടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്തായാലും കൃത്യമായ ഗൂഢാലോചന ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ, മൊഴി അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടിരിക്കുകയാണ്. ഇനി ആരൊക്കെയാണ് ആ ദേവസ്വം ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കമുള്ള പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അവരാണോ അതോ നിലവിൽ ജോലിയിൽ ഉള്ള ഉദ്യോഗസ്ഥരാണോ, ദേവസ്വം പ്രസിഡന്റിനും ദേവസ്വം മന്ത്രി അടക്കമുള്ളവർക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും കൂടുതൽ ചോദ്യം ചെയ്യലുകളിലൂടെ പുറത്തു വരികയുള്ളൂ. എന്തായാലും ഈ മണിക്കൂറിലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇപ്പോഴും നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബിൽഡിങ്ങിനുള്ളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തിൻ്റെ മുഖ്യ പ്രധാനി എന്ന നിലയിൽ SP ശശിധരനുണ്ട്. ചോദ്യം ചെയ്യലുകൾ തുടരുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന് ഇവിടെ നിന്നും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ടയിൽ എത്തിയതിനു ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികളിലേക്കാണ് SIT കടക്കുന്നത്. രോഹിണി. അതെ, ശാലിനി തുടരുക. ശാലിനിയിലേക്ക് എത്താം. ഇപ്പോൾ പത്തനംതിട്ട റാന്നി കോടതിക്ക് മുന്നിൽ നിന്നും ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ഏകദേശം 12 മണിയോടുകൂടി റാന്നി കോടതിയിൽ ഹാജരാക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും തിരുവനന്തപുരത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. വളരെ നിർണായകമായ മൊഴികൾ പലതും ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിനി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? രോഹിണി, ആ നിലയ്ക്ക് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ ആ നിലയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നുള്ള മണിക്കൂറുകളിൽ ഒരുപക്ഷെ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് നടപടികൾ ഇന്നലെ പുലർച്ചെ ഉണ്ടായതിനു ശേഷം എന്തായാലും ഇനി പത്തനംതിട്ടയിലായിരിക്കും നീക്കങ്ങളും നടപടികളും ഉണ്ടാവുക. പത്തനംതിട്ട കോടതിയിൽ, റാന്നി കോടതിയിലായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കുന്നുണ്ടാവുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട 2 കേസുകളുടെയും FIRകൾ സമർപ്പിച്ചിരിക്കുന്നത് റാന്നി കോടതിയിലാണ്. പമ്പ പോലീസ് സ്റ്റേഷൻ പരിധി റാന്നി കോടതിയിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് നടപടികൾക്ക് ശേഷം പോറ്റിയെ ഹാജരാക്കേണ്ടത് റാന്നി കോടതിയിലാണ്. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് നിന്നും അന്വേഷണ സംഘം പോറ്റിയുമായിട്ട് പത്തനംതിട്ടയ്ക്ക് തിരിക്കുമെന്ന് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പരമാവധി 3 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ അന്വേഷണ സംഘം പത്തനംതിട്ടയിൽ എത്തിച്ചേരും. 10 മണിയോടുകൂടി തന്നെ അല്ലെങ്കിൽ 10 മണിക്കുള്ളിൽ തന്നെ പത്തനംതിട്ടയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പോറ്റിയെ ഹാജരാക്കുന്നത് 12:30 ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പത്തനംതിട്ടയിൽ സജ്ജീകരിച്ചിട്ടുള്ള അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ക്യാമ്പ് ഓഫീസായിട്ടുള്ള AR ക്യാമ്പിലേക്കായിരിക്കും കൊണ്ടുവരിക. അല്ലെങ്കിൽ ഒരുപക്ഷെ അടൂരിലുള്ള പോലീസിൻ്റെ AR ക്യാമ്പിലേക്കായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്നും റാന്നി കോടതിയിലേക്ക് ഈ പ്രതിയുമായിട്ട് അന്വേഷണ സംഘം പോകുന്നുണ്ടാവുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ അന്വേഷണ സംഘം പോറ്റിയുമായിട്ട് പത്തനംതിട്ടയിലേക്ക് തിരിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. കോടതിയിൽ ഹാജരാക്കിയാൽ ഉടൻ തന്നെ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ കൂടി നൽകാനാണ് നിലവിലെ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഒരുപക്ഷെ പരമാവധി ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കാനുള്ള സാധ്യത കൂടിയാണ് കാണുന്നത്. 14 ദിവസം വരെയാണ് പരമാവധി ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനായിട്ട് അനുമതിയുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും ദിവസം തന്നെ ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങിയേക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. ഹൈക്കോടതിയുടെ പ്രത്യേക കേസ് ആയതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ പെട്ടെന്ന് തന്നെ പരിഗണിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിയമവിദഗ്ധർ നമ്മളോട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള നടപടികളും നീക്കങ്ങളും ഇനി ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ 5 ദിവസം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ പോറ്റിക്കെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണവും അതോടൊപ്പം തന്നെ രേഖകളുടെ ശേഖരണവും ഒക്കെ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഭാഗത്തു നിന്നും പോറ്റിക്കെതിരായിട്ട് ലഭിച്ചിട്ടുള്ള മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുകയും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി കൽപേഷ്, നാഗേഷ് തുടങ്ങിയിട്ടുള്ള പേരുകളിലേക്ക് കൂടിയാണ് അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം നീളുന്നത്. ഇവരുമായി അല്ലെങ്കിൽ ഇവരുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ തുടർ നടപടികളായിട്ട് അവരിലേക്ക് കൂടി അന്വേഷണം എത്തി അവരുടെ അറസ്റ്റ് നടപടികളിലേക്കായിരിക്കും ഒരുപക്ഷെ കടക്കുന്നുണ്ടാവുക എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ദേവസ്വം ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുണ്ട്. ഈ കട്ടളപ്പാളി കേസിൽ ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി പ്രതിയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. അങ്ങനെ ഈ കേസിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്തായാലും ആ നിലയ്ക്ക് അവരിലേക്ക് കൂടിയൊക്കെ അന്വേഷണം എത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോറ്റിയെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇനി തെളിവെടുപ്പ് നടപടികളുണ്ട്. ഈ തൊണ്ടി മുതൽ, അതായത് നഷ്ടപ്പെട്ടിട്ടുള്ള സ്വർണം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും
പ്രധാന ടാസ്ക് എന്നുള്ള രീതിയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇനി അവശേഷിക്കുന്നത്. അഥവാ ആ തൊണ്ടി മുതൽ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എങ്കിൽ അതിന് തുല്യമായിട്ടുള്ള സ്വത്തുവകകൾ കണ്ടെത്താനുള്ള ഒരു ശുപാർശ കൂടി ഇവർക്ക് നൽകാം, അന്വേഷണ സംഘത്തിന് നൽകാം എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരടക്കം നമ്മളോട് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ള ആ ഒരു പ്രവർത്തനമായിരിക്കും, ആ ഒരു കാര്യമായിരിക്കും ഇനി ഈ പോറ്റിയെ വെച്ചുകൊണ്ട് പ്രധാനമായിട്ടും അന്വേഷണ സംഘം വരുന്ന ദിവസങ്ങളിൽ നടത്തുവാനായിട്ട് പോകുന്നുണ്ടാവുക. ശരി, ഗോകുൽ ശാലിനി തുടരുക.